അതിൽ ഞങ്ങളെ പാർട്ടി സെക്രട്ടറി PMA സലാം ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഗവൺമെന്റിന്റെ പരാജയം, അതിനുള്ള കാരണം ആ രംഗത്ത് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിക്ക് അത് ഗവൺമെന്റ് വിലയിരുത്തുക, അല്ലാതെ ഒരു പ്രദേശത്തെ പറഞ്ഞത് ശരിയായില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള ആ വിഷയം സംബന്ധിച്ചൊരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രക്കാരെ കാണുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വളരെ ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് അധികം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിലൊക്കെ നീതിപൂർവവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ സാരാംശം അതാണ്. നീതി ഓൺ സൈഡഡ് പോകരുത് എന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. അത് അധികാരത്തിലിരിക്കുന്നവർ ഉറപ്പുവരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്ര സാധാരണക്കാരനായാലും നീതി കിട്ടണം. രാഹുൽ ഗാന്ധി നേരത്തെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPI ഏറ്റവും കൂടുതലും LDF ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കുറവായിരുന്നു എന്താണ്. ഒരു ബൈ ഇലക്ഷനിലേക്ക് വയനാട് പോവാണെന്ന് തോന്നുന്നു. ഏകദേശം അത് ഒരു ചാലഞ്ച് ആവില്ലേ? അല്ല, അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അത് പറയുന്നവർ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 വിരൽ തിരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ അല്ലാത്ത പിന്നെ റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് എന്ന് മറക്കരുത്. ഉറപ്പായിട്ട് ജയിക്കും എന്നവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വയനാട് വോട്ടർമാർ ജയിപ്പിച്ചോളും. 4ഉം 5ഉം ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പിന്നെന്ത് സംഭവിക്കാനാണ്? ബൈ ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ. അത്രേ ഉണ്ടാവുള്ളൂ. 2014 അല്ല, 2024. വളരെയധികം വ്യത്യാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. കേരളത്തിലെ ജനങ്ങൾ അവസരം പാർത്തിരിക്കുകയാണ്. രാജ്യത്ത് മതസൗഹാർദ്ദവും മതേതരത്വം അപകടപ്പെടുന്നത് തടയാൻ ആവുന്നതൊക്കെ പോലും ചെയ്യും. ഒരു മെമ്പറെ പാർലമെന്റിലയക്കാൻ ഒരു ചാൻസ് കിട്ടിയ അവരയക്കും. അത് പറയാൻ വേണ്ടി യാതൊരു സംശയവും എനിക്കില്ല. +2 സീറ്റിൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരെ ശരിയല്ല. വളരെ മോശമായ കാര്യമാണ്. ഒരു ഗവൺമെന്റ് ആദ്യത്തെ അവരുടെ ടേം തന്നെ പിന്നെ +2 അധിക ബാച്ചുകളും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അനുവദിക്കേണ്ടതായിരുന്നു. അതിന് മാത്രം പണമില്ല. ഇപ്പം തന്നെ കുട്ടികൾ ഏതാണ്ട് പിന്നെ കുത്തി നിറച്ച നിലയിലായി ക്ലാസ്സുകളിലൊക്കെ. പിന്നെയും സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികൾ എന്ത് പഠിക്കാനാണ്? ഇപ്പോൾ അന്തർദേശീയമായി കുറച്ച് കുട്ടികൾ അറ്റൻഡ് ചെയ്യുക ഒരു ടീച്ചർ എന്നാണ് പ്രിൻസിപ്പൾ. ആ സ്ഥാനത്താണ് ഇവിടെ ക്ലാസ്സുകളിൽ കുട്ടികളെ കുത്തി ഇറക്കുന്നത്. സീറ്റ് വർദ്ധിപ്പിച്ച് കൊടുത്തുകൊണ്ടൊന്നും കാര്യം തീരൂല. കാരണം വെച്ചാൽ ആവശ്യമായ സീറ്റുകളുടെ എണ്ണം, അവരനുവദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് പ്രൊപ്പോർഷനേറ്റ് അല്ല. ഇതൊക്കെ ഇങ്ങനെ പ്രചരണത്തിന് ഉപകരിക്കും എന്നല്ലാതെ ആ രംഗത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്ന കഷ്ടപ്പാടിന് യാതൊരു പരിഹാരവും ആവില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ 2-3 അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അധിക സീറ്റ് എന്നുള്ള രീതിയിലേക്ക് സർക്കാർ അല്ല. അപ്പൊ അതാണ് അല്ല അത് അസംബ്ലി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഒരു ഐവാഷിങ്ങിന് വേണ്ടി ചെയ്ത പോലെ എനിക്കും തോന്നി. ചോദ്യം കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ബോധ്യമുണ്ട് സീറ്റിന്റെ കുറവ് കുറച്ചൊന്നും അല്ലാന്ന്. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി ഒരു ഐവാഷിങ് നടത്താൻ പറ്റുമോ എന്ന് നോക്കിയതായിട്ടാണ് എനിക്കും തോന്നിയത്. അതുകൊണ്ടായില്ലല്ലോ. സീറ്റിന് സീറ്റ് വേണ്ടേ? കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലം വേണ്ടേ? ബാച്ചും വേണം. സർക്കാർ സ്കൂളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ കേരളത്തിലെ മേഖലകളിലും പിന്നെ ബാച്ചും വേണ്ടി വന്ന പുതിയ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതല്ലേ UDF ഗവൺമെന്റ് അനുവർത്തിച്ച് വന്ന നയം. ആവശ്യമായ ബാച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുക്കാൻ കഴിയണം സീറ്റുകൾ. അല്ലെങ്കിൽ നമ്മൾ വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും.